ഒരു ബിസിനസിന്റെ ഏറ്റവും മികച്ച സെയിൽസ്മാൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഉത്തരങ്ങൾ കിട്ടും. എന്നാൽ 24 മണിക്കൂറും ഒരു പരാതിയുമില്ലാതെ ലോകത്തെവിടെയുമുള്ള കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന ഒരു സെയിൽസ്മാൻ ഉണ്ടെങ്കിലോ, അതാണ് നിങ്ങളുടെ വെബ്സൈറ്റ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു ഡിജിറ്റൽ സെയിൽസ്മാനെ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ പരിശീലിപ്പിക്കാമെന്നതാണ്. നമ്മുടെ മുന്നിൽ simplylearn.com എന്നുള്ള ഒരു ലേഖനമുണ്ട്. വെബ് ഡിസൈനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മാത്രമല്ല, ഒരു വെബ്സൈറ്റിനെ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന, കച്ചവടം കൂട്ടുന്ന ഒന്നാക്കി മാറ്റുന്നതിന്റെ ഒരു മനഃശാസ്ത്രം. അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. വളരെ നല്ലൊരു തുടക്കമാണത്. ആ ഡിജിറ്റൽ സെയിൽസ്മാൻ എന്ന ആശയം തന്നെ കാര്യങ്ങൾ എളുപ്പമാക്കും. കാരണം ഒരു നല്ല സെയിൽസ്മാന് വേണ്ടതെല്ലാം ശരിക്കും ഒരു നല്ല വെബ്സൈറ്റിനും വേണം. കാഴ്ചയിലുള്ള ഒരു ആകർഷണീയത, അതായത് അയാളുടെ ഒരു ഡ്രസ് കോഡ്, പിന്നെ സംസാരിക്കാനുള്ള കഴിവ്, അതായത് ഉപഭോക്താക്കൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു കഴിവ്, പിന്നെ ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ കണ്ടെത്താൻ കഴിയണം. ഇതെല്ലാമാണ് ഒരു വെബ്സൈറ്റ് ഡിസൈനിന്റെ കാതല്. അപ്പം നമുക്ക് ഈ സെയിൽസ്മാന്റെ ഓരോ കഴിവും ഒന്ന് വിശദമായി പരിശോധിച്ചാലോ? തീർച്ചയായും. അപ്പോൾ നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഡിജിറ്റൽ സെയിൽസ്മാന്റെ ഒരു വ്യക്തിത്വം എന്താണ്? വെബ് ഡിസൈനിംഗ് എന്ന് പറയുമ്പോൾ ആളുകൾ ആദ്യം ചിന്തിക്കുന്നത് കുറേ ചിത്രങ്ങളും ഭംഗിയുള്ള നിറങ്ങളുമൊക്കെയാണ്. പക്ഷേ അതിനപ്പുറം എന്തെല്ലാമുണ്ട്? ഒരുപാടുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന 2 വാക്കുകളാണ് UI-യും UX-ഉം. അതായത് യൂസർ ഇന്റർഫേസും യൂസർ എക്സ്പീരിയൻസും. ഇതാണ് വെബ് ഡിസൈന്റെ 2 പ്രധാന തൂണുകളെന്ന് പറയാം. UI അഥവാ യൂസർ ഇന്റർഫേസ്, അത് നമ്മുടെ സെയിൽസ്മാന്റെ രൂപമാണ്. അയാളുടെ വസ്ത്രം, ഷൂസ്, മുടിചീകിയ രീതി, നിറം, അതെല്ലാമാണ് UI. വെബ്സൈറ്റിന്റെ കാര്യത്തിൽ ഫോണ്ടുകൾ, ബട്ടണുകളുടെ നിറം, ചിത്രങ്ങളുടെ സ്ഥാനം, ലേഔട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ UX-ഓ, യൂസർ എക്സ്പീരിയൻസ്? UX അതാണ് ആ സെയിൽസ്മാനുമായി സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം. അയാൾക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം തരുന്നുണ്ടോ? അതോ നമ്മളെ കുഴപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ബട്ടണുകൾ അമർത്തുമ്പോൾ പ്രതീക്ഷിച്ച സ്ഥലത്തേക്കാണോ പോകുന്നത്? സൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു തടസ്സവും തോന്നുന്നില്ലെങ്കിൽ അവിടെ നല്ല UX ഉണ്ട്. ഭംഗിയുള്ള പക്ഷേ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വെബ്സൈറ്റ്, അത് നല്ല വസ്ത്രം ധരിച്ച എന്നാൽ സംസാരിക്കാൻ അറിയാത്തൊരു സെയിൽസ്മാനെ പോലെയാണ്. ഒരു കാര്യവുമില്ല. അപ്പോ ഒരു ഡിസൈനറുടെ ജോലി വെറുതെ ഫോട്ടോഷോപ്പിൽ ചിത്രം വരയ്ക്കുന്നതിലും ഒരുപാട് അപ്പുറമാണ്. അവരൊരു തരത്തിൽ ഉപഭോക്താവിന്റെ മനസ്സ് വായിക്കുന്നയാളായിരിക്കണം, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഒരു നല്ല വെബ് ഡിസൈനർ ഒരു കലാകാരൻ മാത്രമല്ല, ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അവരൊരു ബ്രാൻഡിന്റെ കഥ മനസ്സിലാക്കി അത് ഉപഭോക്താവിനെ ഏറ്റവും എളുപ്പത്തിൽ ദഹിക്കുന്ന രൂപത്തിൽ ഒരു ഡിജിറ്റൽ അനുഭവമാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഡിസൈൻ എന്നത് എത്രത്തോളം ആഴമുള്ള ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഏതൊരു ബിസിനസ്സുകാരനും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതിനെല്ലാം വേണ്ടി ഇത്രയധികം പണവും സമയവും എന്തിനു ചെലവഴിക്കണം? വെറുതെ ഭംഗി കൂട്ടിയാൽ കച്ചവടം നടക്കുമോ? എന്താണ് ഇതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ? ഏറ്റവും പ്രസക്തമായ ചോദ്യമാണത്. നമുക്ക് നമ്മുടെ സെയിൽസ്മാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാം. നിങ്ങളൊരു കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ അലസനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനുമായ ഒരാളെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? മിക്കവാറും ഞാൻ ഒന്നും വാങ്ങാതെ തിരിച്ചു വരും. അതെ, ഒരുപക്ഷേ ആ കടയിൽ നിന്ന് ഒന്നും വാങ്ങാതെ നിങ്ങൾ തിരിച്ചു പോന്നേക്കാം. അത് തന്നെയാണ് വെബ്സൈറ്റിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. വെറും 1/2 സെക്കൻഡ് മാത്രം മതി ഒരാൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിനെക്കുറിച്ച് ഒരഭിപ്രായം രൂപീകരിക്കാൻ. ആ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ വിശ്വാസം നേടിയെടുക്കാൻ നല്ലൊരു ഡിസൈനിന് കഴിയും. അതാണ് ഒന്നാമത്തെ നേട്ടം. അത് ശരിയാണ്. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഈയിടെ കണ്ട ചില വെബ്സൈറ്റുകൾ കാഴ്ചയ്ക്ക് അത്ര ഭംഗിയൊന്നുമില്ല, പക്ഷേ ഗൂഗിളിൽ തിരയുമ്പോൾ അവരാണ് ആദ്യം വരുന്നത്. അപ്പോ ഗൂഗിളിന് ഈ ഡിസൈൻ അത്ര പ്രധാനപ്പെട്ടതാണോ? വളരെ നല്ലൊരു നിരീക്ഷണമാണത്. പഴയ ഒരുപാട് കാലമായി നിലവിലുള്ള വെബ്സൈറ്റുകൾക്ക് ചിലപ്പോൾ കണ്ടന്റ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ റാങ്കിംഗ് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് പുതിയൊരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാനേജറെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ സൈറ്റിൽ വരുന്ന ആളുകൾക്ക് നല്ല അനുഭവമാണോ കിട്ടുന്നത് എന്ന് ഗൂഗിൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ സൈറ്റ് മൊബൈലിൽ ശരിയായി കാണാൻ കഴിയുന്നുണ്ടോ? റെസ്പോൺസീവ് ഡിസൈൻ. അതെ. പിന്നെ പേജുകൾ ലോഡാകാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ടോ?
ഇതൊക്കെ ഗൂഗിളിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു നല്ല ഡിസൈനർ തുടക്കം മുതലേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് നല്ല ഡിസൈൻ എന്നത് ഗൂഗിൾ റാങ്കിങ്ങിനെ നേരിട്ട് സഹായിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അപ്പോ ഡിസൈൻ ഭംഗി മാത്രമല്ല, ഗൂഗിളിന്റെ നിയമങ്ങൾ പാലിക്കുന്ന ഒന്നുകൂടിയാണ്. മറ്റെന്തൊക്കെ ഗുണങ്ങളുണ്ട്? മൂന്നാമത്തേത് ബ്രാൻഡ് സ്ഥിരതയാണ്. ബ്രാൻഡ് കൺസിസ്റ്റൻസി. നമ്മുടെ തലച്ചോറ് പാറ്റേണുകൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഒരു വെബ്സൈറ്റിലെ എല്ലാ പേജിലും ഒരേ ലോഗോയും ഒരേ നിറങ്ങളും ഒരേ ഫോണ്ടും കാണുമ്പോൾ ഉപബോധ മനസ്സിൽ അതൊരു സ്ഥിരതയും സുരക്ഷിതത്വവും ഉണ്ടാക്കുന്നു. ഓരോ പേജും പുതിയതാണെങ്കിൽ ഓരോ തവണയും നമ്മൾ ആ ബ്രാൻഡിനെ ഒന്നേന്ന് വിലയിരുത്തേണ്ടി വരും. ആ ഒരു മാനസികമായ ഭാരം, അതായത് കോഗ്നിറ്റീവ് ലോഡ്, അത് ഒഴിവാക്കുന്നതിലൂടെയാണ് ഉപഭോക്താവിന് ബ്രാൻഡിൽ വിശ്വാസം ഉടലെടുക്കുന്നത്. ശരിയാണ്. അവസാനമായി ബൗൺസ് റേറ്റ് കുറയ്ക്കുന്നു എന്നും പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ ബൗൺസ് റേറ്റ്? ഈ ബൗൺസ് റേറ്റ് ഒരു കടയുടെ കാര്യമെടുത്താൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒരാൾ നിങ്ങളുടെ കടയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് തലയിട്ട് ഇവിടെ എനിക്കൊന്നും കാണാനില്ല എന്നൊറ്റ നോട്ടത്തിൽ തീരുമാനിച്ച് ഉടനെ പുറത്തിറങ്ങി പോകുന്നു. ഓക്കെ. അതാണൊരു ബൗൺസ്. ഒരുപാട് പേരിങ്ങനെ ചെയ്താൽ പുറത്തു നിൽക്കുന്നവർക്ക്, അതായത് ഗൂഗിളിന് എന്തു തോന്നും? ഈ കടയിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന്. അതുപോലെ ഒരു വെബ്സൈറ്റിൽ കയറി ഒറ്റ പേജ് മാത്രം കണ്ട് മറ്റൊന്നും ചെയ്യാതെ തിരിച്ചു പോകുന്നതിനെയാണ് ബൗൺസ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടുന്നത് നിങ്ങളുടെ റാങ്കിങ്ങിനെ മോശമായി ബാധിക്കും. ഉപയോഗിക്കാൻ എളുപ്പമുള്ള ആകർഷകമായ ഒരു ഡിസൈൻ ആളുകളെ കൂടുതൽ നേരം സൈറ്റിൽ നിർത്താനും കൂടുതൽ കാര്യങ്ങൾ തിരയാനും പ്രേരിപ്പിക്കും. അങ്ങനെ ബൗൺസ് റേറ്റ് കുറയും. ഓക്കെ, അപ്പോൾ ഒരു നല്ല ഡിസൈൻ ഒരു നിക്ഷേപം തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ഡിജിറ്റൽ സെയിൽസ്മാനെ ആകർഷകനാക്കാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ്? അതായത് വെബ്സൈറ്റിന്റെ ദൃശ്യപരവും പ്രവർത്തനപരവുമായ ഘടകങ്ങൾ. തീർച്ചയായും. ഇതിനെ നമുക്ക് സെയിൽസ്മാന്റെ ഡ്രസ് കോഡ്, പിന്നെ സംസാരിക്കുന്ന രീതി എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഡ്രസ് കോഡാണ് ദൃശ്യഘടകങ്ങൾ, അതായത് വിഷ്വൽ എലിമെന്റ്സ്. ഇതിൽ ഫോണ്ടുകൾ, നിറങ്ങൾ, ലേഔട്ട്, ചിത്രങ്ങൾ, വീഡിയോകൾ, ഐക്കണുകൾ എന്നിവയെല്ലാം വരും. ഇവിടെ ഓരോന്നിനും അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന്, നീലനിറം വിശ്വാസത്തെയും ചുവപ്പ് നിറം ഒരു കാര്യത്തിന്റെ അടിയന്തര പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. ഒരു ബാങ്കിന്റെ വെബ്സൈറ്റിൽ കൂടുതലും നീലനിറം കാണുന്നത് അതുകൊണ്ടാണ്, യാദൃശ്ചികമല്ല. കൊള്ളാം. അപ്പോൾ പ്രവർത്തനപരമായ ഘടകങ്ങളോ? അതാണോ വെബ്സൈറ്റിനെ ജീവനുള്ളതാക്കുന്നത്? അതെ, അതാണ് സെയിൽസ്മാന്റെ സംസാരിക്കുന്ന രീതിയും പെരുമാറ്റവും. ഇതിലേറ്റവും പ്രധാനം നാവിഗേഷനാണ്. അതായത് വെബ്സൈറ്റിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള എളുപ്പം. അതൊരു വ്യക്തമായ വഴികാട്ടിയാണോ അതോ ഒരു കാടുപോലെ കുഴഞ്ഞുമറിഞ്ഞ ഒന്നാണോ? രണ്ടാമത്തേത് വേഗത, സ്പീഡ്. ഇവിടെയാണ് ഡിസൈനർമാർ ഒരു വലിയ വെല്ലുവിളി നേരിടുന്നത്. ഉയർന്ന നിലവാരമുള്ള വലിയ ചിത്രങ്ങളും മനോഹരമായ ആനിമേഷനുകളും സൈറ്റിനെ ആകർഷകമാക്കും, പക്ഷേ അത് വേഗത കുറയ്ക്കും. അപ്പോൾ ചോദ്യം ഇതാണ്: കാഴ്ചയിലെ ഭംഗിക്ക് വേണ്ടി ഉപയോക്താവിനെ 3 സെക്കൻഡ് കൂടുതൽ കാത്തിരിപ്പിക്കണോ അതോ ലളിതമായ ഡിസൈൻ നൽകി അവരെ വേഗത്തിൽ സൈറ്റിലേക്ക് എത്തിക്കണോ? ഇവിടെയാണ് ബിസിനസിന്റെ ലക്ഷ്യം എന്താണെന്നത് പ്രസക്തമാകുന്നത്. അതെ, അത് ശരിയാണ്. ആമസോൺ പോലുള്ള സൈറ്റുകൾ വളരെ ലളിതമായി തോന്നുമെങ്കിലും അസാമാന്യ വേഗതയായിരിക്കും. അതെ, കാരണം അവരുടെ ലക്ഷ്യം കച്ചവടമാണ്, ഒരു കലാപ്രദർശനമല്ല. മറ്റൊന്ന് വിവിധ ഉപകരണങ്ങളുമായുള്ള പൊരുത്തമാണ്. ക്രോസ് ഡിവൈസ് കമ്പാറ്റിബിലിറ്റി അഥവാ റെസ്പോൺസീവ് ഡിസൈൻ. നമ്മുടെ സെയിൽസ്മാൻ ഒരു വലിയ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോഴും ഒരാളോട് മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോഴും ഒരുപോലെ ആകർഷകനായിരിക്കണം. അതുപോലെ നിങ്ങളുടെ വെബ്സൈറ്റ് ഡെസ്ക്ടോപ്പിലും ടാബ്ലറ്റിലും മൊബൈലിലും ഒരുപോലെ ഭംഗിയായും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതായും ഇരിക്കണം. ഇന്ന് കൂടുതൽ ആളുകളും മൊബൈലിലാണ് വെബ്സൈറ്റുകൾ നോക്കുന്നത്. അതുകൊണ്ട് ഇതിന് പ്രാധാന്യം വളരെ കൂടുതലാണ്. ഈ ഡിസൈനിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന മറ്റൊരു വാക്കാണ് വെബ് ഡെവലപ്മെന്റ്. പലരും ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ ഡിജിറ്റൽ സെയിൽസ്മാനെ ഒരുക്കുന്നതിൽ ഡിസൈനറുടെയും ഡെവലപ്പറുടെയും പങ്ക് എന്തൊക്കെയാണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു കെട്ടിടം പണിയുന്നത് ആലോചിച്ചാൽ മതി. വെബ് ഡിസൈനർ ആ കെട്ടിടത്തിന്റെ ആർക്കിടെക്റ്റാണ്. കെട്ടിടം കാണാൻ എങ്ങനെയായിരിക്കും?
മുറികൾ എവിടെയൊക്കെ വരണം, ജനലുകൾ എവിടെ വെച്ചാൽ കൂടുതൽ വെളിച്ചം കിട്ടും, ആളുകൾക്കകത്ത് നടക്കാൻ എളുപ്പമുണ്ടാവുമോ, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആർക്കിടെക്റ്റാണ്. അതായത് കെട്ടിടത്തിന്റെ പ്ലാനും അതിന്റെ ഇന്റീരിയർ ഡിസൈനും ഒരുക്കുന്നത് ഡിസൈനറാണ്. അപ്പോ വെബ് ഡെവലപ്പറോ? വെബ് ഡെവലപ്പർ ആ പ്ലാൻ നോക്കി കെട്ടിടം പണിയുന്ന സിവിൽ എഞ്ചിനീയറും കോൺട്രാക്ടറുമാണ്. അവർ കോഡിംഗ് ഭാഷകൾ ഉപയോഗിച്ച് ആ ഡിസൈനിനെ ഒരു യഥാർത്ഥ പ്രവർത്തിക്കുന്ന വെബ്സൈറ്റാക്കി മാറ്റുന്നു. കെട്ടിടത്തിന് നല്ല ഉറപ്പുണ്ടോ, ഇലക്ട്രിസിറ്റിയും വെള്ളവും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നത് അവരാണ്. ചുരുക്കി പറഞ്ഞാൽ ഡിസൈനർ എങ്ങനെ കാണണം, എങ്ങനെ അനുഭവപ്പെടണം എന്ന് തീരുമാനിക്കുമ്പോൾ ഡെവലപ്പർ അത് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് ഉറപ്പാക്കുന്നു. രണ്ടും രണ്ട് കഴിവുകളാണ്, പക്ഷെ രണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ നല്ലൊരു ഫലം കിട്ടും. അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വരാൻ താൽപ്പര്യമുള്ള ഒരാൾക്ക് എവിടെ നിന്ന് തുടങ്ങാം? എന്തൊക്കെ ടൂളുകളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്? ഇന്ന് വെബ്സൈറ്റ് നിർമ്മാണം പണ്ടത്തെ പോലെ അത്ര സങ്കീർണമല്ല. ഒരുപാട് ടൂളുകൾ ലഭ്യമാണ്. അതിലേറ്റവും പ്രശസ്തമായ ഒന്നാണ് വേർഡ്പ്രസ്. ലോകത്തിലെ ഏകദേശം 40% വെബ്സൈറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് വേർഡ്പ്രസ്സിലാണ്. ഇതൊരു ലെഗോ സെറ്റ് പോലെയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ, അതായത് തീംസ്, പ്ലഗിൻസ്, അതൊക്കെ എടുത്ത് ഒരുമിപ്പിച്ച് ഏത് തരത്തിലുള്ള വെബ്സൈറ്റും നിർമ്മിക്കാം. പക്ഷേ ഇത് പഠിക്കാൻ കുറച്ച് സമയമെടുക്കും. കോഡിംഗ് ഒന്നും അറിയാത്ത സാധാരണക്കാർക്കോ? അവർക്കായി വിച്ച്, സ്ക്വയർസ്പേസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ഞാനിതിനെ ഐക്കിയ ഫ്ലാറ്റ് പാക്ക് ഫർണിച്ചർ എന്നാണ് പറയാറ്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഡിസൈനുകൾ കിട്ടും. അതിലേക്ക് നിങ്ങളുടെ വിവരങ്ങൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. തുടങ്ങാൻ വളരെ എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയുണ്ടാകും. പക്ഷെ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ചിലപ്പോൾ പരിമിതികളുണ്ടാകും. ഓൺലൈൻ സ്റ്റോറുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കോ? അവർക്കേറ്റവും നല്ലത് ഷോപ്പിഫൈ ആണ്. ഇതൊരു റെഡിമെയ്ഡ് ഡിജിറ്റൽ കടയാണ്. ഉൽപ്പന്നങ്ങൾ ചേർക്കാനും പണം സ്വീകരിക്കാനും സ്റ്റോക്ക് മാനേജ് ചെയ്യാനും എല്ലാമുള്ള സൗകര്യങ്ങൾ അതിലുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ഉപയോഗമുണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി വേണം ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാൻ. അവസാനമായി കരിയറിന്റെ കാര്യം. വെബ് ഡിസൈനിംഗ് ഒരു നല്ല കരിയർ ഓപ്ഷനാണോ? ഇന്നത്തെ കാലത്ത് ഇതിന് സാധ്യതകളുണ്ടോ? തീർച്ചയായും. പക്ഷേ വെബ് ഡിസൈനറുടെ ജോലി ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് ഫോട്ടോഷോപ്പിൽ ചിത്രം വരയ്ക്കുന്ന ആളായിരുന്നു ഡിസൈനറെങ്കിൽ ഇന്നവരൊരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ്. ഉപഭോക്താവിന്റെ ആവശ്യം, ബിസിനസിന്റെ ലക്ഷ്യം, സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ, ഇതെല്ലാം ഒരുമിച്ച് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് വലിയ ഡിമാൻഡുണ്ട്. വെറുതെ ഭംഗിയുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കുന്നവരല്ല, മറിച്ച് റിസൾട്ട് ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് ഉണ്ടാക്കുന്നവർക്കാണിന്ന് വില. അപ്പോ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതാണ്: വെബ് ഡിസൈനിംഗ് എന്നത് ഒരു വെബ്സൈറ്റിന് നിറം കൊടുക്കൽ മാത്രമല്ല, അതൊരു ഡിജിറ്റൽ സെയിൽസ്മാനെ പരിശീലിപ്പിക്കുന്നതുപോലെയാണ്. ഉപഭോക്താവിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി ബ്രാൻഡിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ച് ഗൂഗിളിനെ തൃപ്തിപ്പെടുത്തി അവസാനം ബിസിനസ്സിന് നേട്ടമുണ്ടാക്കുന്ന ഒരു തന്ത്രപരമായ കലയാണത്. വളരെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ കാതല്. ഇനി നിങ്ങൾക്കു ചിന്തിക്കാൻ രസകരമായൊരു കാര്യം കൂടി തരാം. വെബ് ഡിസൈനിലെ ഒരു പ്രധാനപ്പെട്ട പഠനമാണ് എഫ് ആകൃതിയിലുള്ള വായനാരീതി, എഫ് ഷേപ്ഡ് പാറ്റേൺ റീഡിംഗ്. അതായത് പഠനങ്ങൾ പറയുന്നത് മിക്ക ആളുകളും ഒരു വെബ് പേജ് മുകളിൽ നിന്ന് താഴേക്ക് ഒരു എഫ് ആകൃതിയിലാണ് വായിക്കുന്നതെന്നാണ്. ആദ്യം മുകളിലെ വരി മുഴുവനായും, പിന്നെ കുറച്ചുകൂടി താഴെ ഇടത്തുനിന്ന് വലത്തോട്ട് കുറച്ചു ദൂരം, പിന്നെ താഴേക്ക് ഇടതുവശം മാത്രം ശ്രദ്ധിച്ചു പോകുന്നു. ഹേയ്, അത് ശരിയാണല്ലോ. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, വാർത്താ വെബ്സൈറ്റുകൾ വായിക്കുമ്പോൾ ഞാനും അതുതന്നെയാണ് ചെയ്യുന്നത്. മുകളിലെ തലക്കെട്ടുകൾ വായിക്കും, പിന്നെ ഇടതുവശത്തുള്ള ചിത്രങ്ങളിലൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്യും. എന്റെ ശ്രദ്ധയെ അവർ നിയന്ത്രിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. അടുത്ത തവണ നിങ്ങളൊരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, ലോഗോ, പ്രധാന ഹെഡിംഗ്, അല്ലെങ്കിൽ ഒരു ബൈ നൗ ബട്ടൺ, ഇതെല്ലാം ഒരു ഡിസൈനർ തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്നത് ഈ എഫ് പാതയിലായിരിക്കും. നിങ്ങളുടെ ശ്രദ്ധയെ അവർ നിങ്ങളറിയാതെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചു നോക്കൂ. ഡിസൈനിന്റെ ആഴത്തിലുള്ള മനഃശാസ്ത്രം അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്.